ഇത്ര സിനിമകളില്ലല്ലോ അന്ന് കൂടി 10-40 ഇതൊന്നും വേണ്ട. ഒരിക്കലും 52 സിനിമ വന്നു ഒരു വർഷം. വന്നപ്പോൾ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ സമരം ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് മലയാള സിനിമയ്ക്ക് അതിൽ 52 സിനിമ വന്നോ, ഇത്ര 56 ആഴ്ചയല്ലേ ഉള്ളൂ നമുക്ക്. ഇത്രയും ഈ ഒരു ആഴ്ചയിൽ ഒരു പടം, അതിൽ കൂടുതൽ വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പറ്റില്ല. പടങ്ങളുടെ എണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം സമരം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴോ 200 കിലോന്റെ പടം പറ്റാ. ഇപ്പൊ ഒരു ദിവസം എഴുതുന്ന 10 സിനിമ 5 സിനിമ അറിയുന്നില്ലല്ലോ. ചില പടത്തിനൊക്കെ പേര് പോലും ഇങ്ങനെ പടം വന്നോ എന്നാണ് അതിന്റെ ഭയങ്കര മാറ്റമല്ലേ അത്. നമ്മള് എന്തൊക്കെ സംസാരിക്കും. നമ്മുടെ ഇതാട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതെല്ലേ, കാരണം ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനും പറ്റില്ല. ഞങ്ങൾക്ക് നോസ്റ്റാൾജിയ പടത്തിന് വള എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സ്റ്റോറി ഓഫ് എ ബാംഗിൾ അത് മാത്രം എല്ലാരും പോയി കാണുക, വിജയിപ്പിക്കുക, പറയാൻ പറ്റുള്ളൂ. അതൊരു ഫാമിലി സ്റ്റോറിയാണ്. ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണ്. സിനിമയിൽ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചു. അതൊരു വലിയ കാര്യം. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അതാണ് അത് വലിയ ഹൈലൈറ്റ് ആയിട്ട് തന്നെ പറയണം. 3 ഫാമിലി എന്നല്ല പറഞ്ഞു. ലുക്മാന്റെ കൂടെ എനിക്ക് സീനുണ്ട്. ലുക്മാന്റെ കൂടെ ഉണ്ട്. ജാന്റെ കൂടെ ജാന്റെ കൂടെ ഇല്ല. ഇല്ല അല്ലേ? എനിക്ക് ലുക്മാന്റെ കൂടെയാണ് നമ്മുടെ ഫാമിലി ഒക്കെ.